വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സുബർ. അപ്പോൾ ഇന്നും ഞാൻ കേക്ക് മോഡലിൽ പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ മുന്നത്തെ വീഡിയോ ഞാൻ ഓറിയോ പുഡിങ്ങും വാഞ്ച പുഡിങ്ങും എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു പുഡിങ് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതെന്നും ഡെലിവറി ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്ട്രോബെറി പുഡിംഗ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 20 ഗ്രാം ചൈന ഗ്രാസ് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നും പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം ചൈന ഗ്രാസ് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ ഈ ഒരു ചൈന ഗ്രാസ് പാലിലേക്ക് നേരിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചൈന ഗ്രാസ് വെള്ളം ഒഴിച്ച് കുതിർക്കാതെ പാലിലേക്ക് തന്നെ നേരിട്ടിട്ട് കുതിർത്ത് ചെയ്തുകൂടെ എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ അത് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു രീതിയിൽ പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഇതിന് കുറച്ച് നെഗറ്റീവ് വശം കൂടിയുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് 1 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 ലിറ്റർ പാലിന് 1 ടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ എടുക്കാറുള്ളത്. അതിനുശേഷം ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാനിവിടെ 1 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തുകൊണ്ട് തന്നെ എനിക്ക് ഏകദേശം 3/4 കപ്പ് പഞ്ചസാരയാണ് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ 1/2 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അവസാനമാണ് കേട്ടോ 1/4 കപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഈ ഒരു ചൈന ഗ്രാസ് ഉണ്ടല്ലോ അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഈ ഒരു പുഡിങ് 3 ലെയറായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയറിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പുഡിംഗ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അത് നോർമൽ വാട്ടർ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുന്നത്. അതിലേക്ക് പഞ്ചസാരയും ചേർത്തിട്ട് ചൈന ഗ്രാസ് മെൽറ്റ് ആക്കിയതിന് ശേഷം സ്ട്രോബെറീൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ 2 കപ്പ് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ എല്ലാ പുഡിങ്ങിൻ്റെ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെ ചൈന ഗ്രാസ് ഏകദേശം ഒരു 15 മിനിറ്റെങ്കിലും കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അതാ 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതൊരു 15 മിനിറ്റ് കഴിയട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള പുഡിങ്ങിൻ്റെ മോൾഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു മോൾഡിലാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ പുഡിങ്ങിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് അതിൻ്റെ മോൾഡ് എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ലിങ്കും കൂടി ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഇനിയിപ്പോൾ സ്ട്രോബെറി ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഈ ഒരു മോൾഡിലേക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കഴിഞ്ഞ 2 പുഡിങ് ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ സ്ട്രോബെറി 2 പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുത്തതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാനുള്ള ഒരു ഫസ്റ്റത്തെ ലെയർ ഉണ്ടല്ലോ ഗ്ലാസ് പുഡിങ്, അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നേരത്തെ കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചൈന ഗ്രാസും വെള്ളമാണ് കേട്ടോ അത്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ സ്കിപ്പായി പോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഈ ഒരു ചൈന ഗ്രാസൊക്കെ ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ ചൈന ഗ്രാസൊക്കെ അത്യാവശ്യം നല്ലോണം തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു പുഡിങ് സെറ്റായി കിട്ടൂല. അതുകൊണ്ട് കുറച്ച് ക്ഷമ എടുത്തിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്കതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരുപാട് തണുക്കാൻ വേണ്ടിയിട്ടും വെച്ച് കൊടുക്കരുത് കേട്ടോ. ഇതിൽ നമ്മൾ ചൈന ഗ്രാസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ഒരു റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ അത് സെറ്റായി പോവും. അപ്പം ആ ഒരു അത്യാവശ്യം നല്ലൊരു ചൂടുണ്ടല്ലോ അതൊന്ന് മാറിയതിന് ശേഷം ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത്രയും മതി. ഒരുപാട് ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോബെറി ഉണ്ടല്ലോ അതൊക്കെ മുകളിലേക്ക് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒഴിച്ച സമയത്ത് കുറച്ച് കൂടി പോയിട്ടുണ്ട്. അത്രയും വേണ്ട. ആ ഒരു സ്ട്രോബെറീൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന രീതിക്ക് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഇതൊന്ന് സെറ്റ് ആവട്ടെ. ഒരു സമയം കൊണ്ട് നമുക്ക് പാലിൻ്റെ മിക്സ് ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ
ചൈന ഗ്രാസ് പാലിലേക്ക് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫാൾട്ടുകൾ നമുക്ക് സംഭവിക്കും കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പാലിലേക്ക് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ശരിക്കും നമ്മൾ ഈ ഒരു ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഞാൻ ഈ ഒരു രീതിയിൽ 2-3 പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ മുഴുവനായിട്ടും ഈ ഒരു ചൈന ഗ്രാസ് പാലിൽ മിക്സ് ആവുന്നില്ല കേട്ടോ. എന്നാൽ ഈ ഒരു പാലിലേക്ക് ചൈന ഗ്രാസിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അഗർ എന്ന് പറയും, ആ ഒരു പൗഡറോ അല്ലെങ്കിൽ ജലാറ്റിനോ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പുഡിങ് കേക്കിൻ്റെ മോഡലിലാണല്ലോ ചെയ്തെടുക്കുന്നത്. ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാലിലേക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്ര റെഡി ആവില്ല എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ക്രീമി ടെക്സ്ചറിൽ ഉണ്ടാക്കാനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതൊരു ക്രീമി ടെക്സ്ചറിലായിരിക്കും ഉണ്ടാവുക. ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള 2 പുഡിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കറക്റ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതാ പാലിൻ്റെ മിക്സ് അത്യാവശ്യം തന്നെ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ടോട്ടൽ 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ ഒരു പാല് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നല്ലോണം തന്നെ ചൂടായാൽ മതി. അപ്പോൾ ഇതാ പാല് അത്യാവശ്യം നല്ലോണം തന്നെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ആ ഒരു ചൈന ഗ്രാസ് മുഴുവനായിട്ടൊന്നും അതിൽ മെൽറ്റായി വന്നിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ തന്നെയാണ് പാലിൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വരാറുള്ളത്. അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് കറക്റ്റ് മുഴുവനായിട്ട് മെൽറ്റായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പക്ഷേ അഗർ പൗഡറും ജലാറ്റിനൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കാറുള്ളത്. പുഡിങ് റെഡി ആയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചൂട് കുറച്ചൊന്ന് മാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട്, ഒരുപാട് നേരം നമ്മൾ അടിച്ചെടുക്കാൻ പാടില്ല, 1-2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, ഇത് 3 ലെയറായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ആദ്യത്തെ ഗ്ലാസ് പുഡിംഗ് ആണ്. രണ്ടാമത് ഞാൻ വാനിലേൻ്റെ ഒരു ലെയറായിട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ സ്ട്രോബെറി എസെൻസ് ഇല്ലേ, നമ്മൾ ഡ്രിങ്ക് മിൽക്ക് മിക്സ് ഉണ്ട് ആ സ്ട്രോബെറീൻ്റെ, അതും കൂടി ചേർത്തിട്ട് അങ്ങനെ 3 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ലെയറായിട്ട് ഇത് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ 2 പാത്രത്തിലേക്കായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നിലേക്ക് സ്ട്രോബെറി എസെൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്നിലേക്ക് വാനില എസെൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അതിന് ശേഷം ഏത് രീതിയിലാണോ നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ആദ്യം ഞാൻ വാനില പുഡിങ്ങാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലൊരു തവിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. നേരിട്ട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. നേരിട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് താഴത്തെ ലെയർ ഡാമേജ് ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പം ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാനത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആ ഒരു ലെയർ ഒന്ന് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയറും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് പുഡിങ് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് വരും കേട്ടോ. അതുകൊണ്ട് തന്നെ അവസാനമായിട്ട് ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു പുഡിങ്ങിൻ്റെ ലെയർ നമ്മൾ പാത്രത്തിൽ വെച്ചിട്ട് തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് തണുക്കും തോറും പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ലെയർ ഒന്ന് സെറ്റായതിന് ശേഷം 3ാമത്തെ ലെയർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. അത് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷമാണ് കേട്ടോ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ തലേ ദിവസമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്, പിറ്റേ ദിവസമാണ് ഇതിപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ ലിഡിലേക്കാണ് ഈ ഒരു പുഡിങ് ഡിമോൾഡ് ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ അന്ന് അത് നേരിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ ഞാൻ ആ ഒരു കേക്ക് ബോർഡിലേക്ക് ആദ്യം തന്നെ ഈ ഒരു കണ്ടെയ്നറിൻ്റെ ലിഡ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡബിൾ ടാപ്പ് വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഇതാ പുഡിങ് ഒന്ന് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലത്തെ സിലിക്കണിൻ്റെ മോൾഡിലാണ് നമ്മൾ സെറ്റ് ചെയ്തതെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഈ ഒരു പുഡിങ് ഇതൊന്ന് വിട്ട് കിട്ടും കേട്ടോ. അപ്പം നിങ്ങളെ കയ്യിൽ സിലിക്കോൺ മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ലിഡ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേക്ക് ബോർഡ് വെച്ച് കൊടുക്കണമെന്ന്, അതുള്ളതുകൊണ്ട് തന്നെ പുഡിങ് അങ്ങനെ ഡാമേജ് ആവുമൊന്നും ചെയ്യില്ല കേട്ടോ.
അപ്പോൾ ഈ ഒരു പുഡിങ് ഒരു ക്രീമി ടെക്സ്ചറിലാണ് ഉള്ളത് കേട്ടോ. നമ്മളിതിൻ്റെ മുന്നേ 2 പുഡിങ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ നമ്മൾ പുഡിങ്ങാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും മുകളിലുള്ള ഒരു ഗ്ലാസ് പുഡിങ്ങിൻ്റെ ലെയറില്ലേ, അത് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയതുകൊണ്ട് ആ ഒരു സ്ട്രോബെറി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ മുകളിലേക്ക് ഒന്ന് പൊങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിന് കണക്കായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം അടിപൊളിയായിട്ടുള്ള 3 ലെയർ പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പം പുഡിങ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഗ്ലാസ് പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഒരു ഫ്ലേവറിൽ മാത്രമായിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ 2 ഫ്ലേവറിലുള്ള പുഡിങ്ങായിട്ട് ഒഴിച്ചു കൊടുത്തതാണെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൈന ഗ്രാസ് വേറെ മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. പക്ഷേ നമ്മൾ കുറച്ച് ദൂരേക്കൊക്കെയാണ് ഡെലിവറി ചെയ്യുന്നതെങ്കിൽ പുഡിങ് മെൽറ്റായി പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്യണം എന്നാണെങ്കിൽ ഒന്നല്ലെങ്കിൽ അഗർ അഗർ പൗഡർ ചേർക്കുക, അല്ലെങ്കിൽ ജെലാറ്റിൻ പൗഡർ ചേർക്കുക കേട്ടോ. ചൈന ഗ്രാസ് ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ചെയ്തിട്ട് റെഡി ആയവരുണ്ടാവാം, ചൈന ഗ്രാസ് മെൽറ്റായിട്ട് കിട്ടിയെന്നുള്ളവരുണ്ടാവാം. പക്ഷേ എനിക്ക് ഈ രീതിയിൽ ഞാൻ ചെയ്തിട്ട് ഇതുവരെ എനിക്ക് റെഡി ആയിട്ടില്ല. അതുകൊണ്ട് ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ കേട്ടോ. പുഡിങ് അടിപൊളിയാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റുമാണ്. ഇതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യുക. അപ്പം ബർത്ത്ഡേൻ്റെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ബർത്ത്ഡേ സ്റ്റിക്ക് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ആനിവേഴ്സറിക്ക് ആണെങ്കിൽ ആനിവേഴ്സറി സ്റ്റിക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് 2-3 സ്ട്രോബെറിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിൽ സ്ട്രോബെറി പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തിട്ട് ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ മിക്സിൻ്റെ ജാറിൽ ഒന്ന് പൾസ് ചെയ്ത് എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ട്രേയിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ ഒരു ഗ്ലാസ് പുഡിങ്ങിൽ സ്ട്രോബെറി വെച്ച പോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സുകളൊക്കെ വെച്ചിട്ടും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈ കേക്ക് മോഡലിൽ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത് യൂട്യൂബ് മലയാളത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഞാൻ കണ്ടില്ല. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ഒരു രീതിയിൽ പുഡിങ് സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പുഡിങ് സെയിൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് ഈ രീതിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് സെയിൽ ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു സ്ട്രോബെറി പുഡിങ്ങിന് 900 രൂപയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ 900 രൂപയാണ് റേറ്റ് വാങ്ങുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് വിലയിലും വ്യത്യാസങ്ങൾ വരാമെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വരാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.